ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആർമീസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കസ്റ്റർഡാണ്, ഫ്രൂട്ട് കസ്റ്റർഡ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട്. അത് നമുക്ക് ആദ്യമായി 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 കപ്പ് കസ്റ്റർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിന് ഒരു കപ്പ് കസ്റ്റർഡ് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നോർമൽ പാൽ ഒഴിച്ച് കൊടുക്കണം. തിളപ്പിച്ച പാൽ ഒഴിച്ച് കൊടുക്കരുത്. അത് കട്ടയില്ല, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കൂടുതൽ മധുരം വേണ്ടാത്തതുകൊണ്ട് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കട്ട ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഈ പരുവത്തിലാവാൻ. അപ്പം ചൂട് ആറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറിയ 2 ആപ്പിളാണ്, അത് ഇട്ട് കൊടുക്കാം. 1 പഴം, 1 മാങ്ങ, 1 അനാറ്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. കണ്ട ചെറിയ തരിയായിട്ട് കാണുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഇതില്ല, കാണാനൊരു ഭംഗിക്കുറവ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ, ഇളക്കണം നല്ലതുപോലെ. എനിക്ക് ഇളക്കാൻ ഒരു 10 സെക്കൻഡ് ഞാൻ ഇളക്കാതിരുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പം നമ്മൾ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ആണ് തണുപ്പിച്ചെടുത്തത്. അപ്പോൾ അതൊന്നുകൂടെ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പറ്റുകയാണെങ്കിൽ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പറ്റുകയാണെങ്കിൽ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റർഡാണ്.